അമ്മയ്ക്കാണ് ലോട്ടറി അടിച്ചേ? അല്ല മോനെ, ഞാൻ കൊടുത്ത കൊച്ചനടിച്ചു. അമ്മ വിറ്റ ടിക്കറ്റിനാണ് ലോട്ടറി അടിച്ചത്. ആർക്കെ ലോട്ടറി അടിച്ചേ? കൊയിലും ബേക്കറിൽ നിൽക്കുന്ന ഒരു ചായ അടിക്കുന്ന കൊച്ചിന്. ആസാം സ്വദേശിയാണ് അല്ലേ? നമ്മുടെ ഈ ബേക്കറിൽ. ഈ ബേക്കറിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ആ ലോട്ടറി അടിച്ച ആ ഒരു പയ്യനെ ഒന്ന് കാണാം. ആസാം സ്വദേശിയാണ്. അമ്മയുടെ പേരെന്താണ്? രാജമ്മ. എവിടെയാ സ്ഥലം? വെട്ടിക്കവല. വെട്ടിക്കവലയാണല്ലേ? അമ്മ പത്തനാപുരത്താണോ ലോട്ടറി വിൽക്കുന്നത്? ആണല്ലേ? എത്ര വർഷം കൊണ്ട് ലോട്ടറി വിൽക്കുന്നുണ്ട്? ഒരു 4-5 വർഷം കൊണ്ട് വിൽക്കുന്നു. ആണല്ലേ? ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സമ്മാനം അടിക്കുന്നത്? വലിയ സമ്മാനം ആദ്യമായിട്ട് അടിക്കുന്നല്ലേ? അമ്മയുടെ പേര് രാജമ്മ എന്നാണ്. വെട്ടിക്കവലയാണ് അമ്മയുടെ സ്ഥലം. അമ്മ വ്യാഴാഴ്ച വിറ്റ കാരുണ്യ പ്ലസ് എന്ന് പറഞ്ഞ സംസ്ഥാന ഭാഗ്യത്തിലൂടെ 2ാം സമ്മാനം നമ്മുടെ ഒരു ബേക്കറിയിൽ ജ്യൂസ് മേക്കറായിട്ട് നിൽക്കുന്ന ഒരു ആസാം സ്വദേശിയായ ഒരു പയ്യനാണ് അടിച്ചേക്കുന്നത് അല്ലേ? പാവപ്പെട്ട വീട്ടിലൊരു പയ്യനാണ് അല്ലേ? ആ പയ്യന് അച്ഛനും അമ്മയൊന്നും ഇല്ല അല്ലേ? അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായോ? ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ സമ്മാനം കിട്ടുന്നത്. നമുക്ക് എന്തായാലും പയ്യനെ ഒന്ന് കണ്ടാലോ? അമ്മ അപ്പൊ ഇതാണ് ലോട്ടറി അടിച്ച ഭാഗ്യവാൻ. ഭായ് പേരെന്താ? ഗോപാൽ അല്ലേ? സന്തോഷമായോ? എന്നാ ഒരു ലോട്ടറി എടുക്കുന്ന മോനാ. ഈ മോന്റെ അടുത്ത് പറഞ്ഞു ഒരു ഭാഗ്യക്കുറി എടുക്കണം. എപ്പോഴാ നിന്റെ സമയം നല്ലതെന്ന് അറിയത്തില്ല. കേരളത്തിൽ വന്ന 7-8 വർഷമായി. 8 വർഷമായി. കൊയിലോൺ ബേക്കറിൽ വന്നിട്ട്? കൊയിലോൺ ബേക്കറി ഇപ്പോ 3 മാസമായി. അപ്പൊ ഭാഗ്യമാണ് കേട്ടോ. ഇവര് ആദ്യം നോക്കുന്നത് 50, 100, 200, 2000, 5000 നോക്കുന്നത്. അത് നോക്കി എന്തെങ്കിലും പ്രൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ എടുത്താൽ കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോക്കിയിട്ട് പിന്നെ ഗോപാല് എടുത്ത് നമ്മുടെ അകത്തൊരു മേശയുണ്ട്, മേശയുടെ മണ്ടക്കൂടെ ഇട്ട് കഴിഞ്ഞപ്പം പുള്ളി വിചാരിച്ചൊന്നും കാണത്തില്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ഷവർമയ്ക്ക് നിൽക്കുന്ന ഇവരുകളെ ഒരു സുഹൃത്തുണ്ട്, ഷവർമയ്ക്ക് ജോലി ചെയ്യുന്ന കൃഷ്ണ. പുള്ളിക്കാരനാണ് ഇത് വന്ന് സ്കാൻ ചെയ്ത് അകത്ത് നോക്കി ഇവന് 30 ലക്ഷം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും പുള്ളിക്കാരന് വിശ്വാസം വരുന്നില്ല. 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും പുള്ളി വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നുള്ള ധാരണയല്ല പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് വീണ്ടും കൊണ്ട് നമ്മുടെ കൗണ്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, സെയിൽ കൗണ്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നമ്മുടെ റെനി എന്ന് പറയുന്ന ഒരു പയ്യൻ വീണ്ടും ഇത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് കൺഗ്രാജുലേഷൻസ് കാണിച്ചു 30 ലക്ഷം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്നൊക്കെ അവന് നമ്മൾ ലോട്ടറി എടുത്ത് അതിനകത്ത് സീരിയൽ നമ്പർ നോക്കിയപ്പോഴും കറക്റ്റാണ്. അങ്ങനെയാണ് പുള്ളിയെ വിശ്വസിപ്പിച്ച് 30 ലക്ഷം അടിച്ചു. ഇന്നലെ ടിക്കറ്റ് ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് കൊടുത്തു സേഫ് ചെയ്ത് 3 മാസത്തിനകം ഇവൻ്റെ പേരിൽ പൈസ വരുമെന്ന് അതിനുള്ള പ്രൂഫും എല്ലാം കിട്ടിയിട്ടുണ്ട്. 30 ലക്ഷമാണ്. 30 ലക്ഷം 2ാം സമ്മാനം. കാരുണ്യ പ്ലസിന്റെ 2ാം സമ്മാനം. അപ്പം ഭാഗ്യദേവത തേടിയെത്തുകയായിരുന്നു അല്ലേ? വീട്ടിലെ സാഹചര്യമൊക്കെ എന്താണ് പറയാൻ? പുള്ളിക്ക് വീട്ടില് അച്ഛനും അമ്മ പിന്നെ സഹോദരി സഹോദരന്മാർ ആരുമില്ല. എല്ലാവരും അസുഖം വന്ന് മരിച്ചുപോയി. പുള്ളി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവനെ നമ്മുടെ ഒരു കൂടപ്പുറപ്പായിട്ട് കണ്ട് ഇന്നലെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ പുറകെ ഞാനും നടന്ന് ചെയ്ത് കൊടുത്തേത്. നമ്മുടെ പിള്ളേരെല്ലാം അതിനകത്ത് ആക്റ്റീവായിരുന്നു. നമ്മുടെ ഒരു സഹോദരനാണ്. മലയാളമൊക്കെ പഠിച്ചില്ലേ? നല്ല പഠിച്ചു മലയാളം. അതുകൊണ്ട് എല്ലാവരും മലയാളത്തിൽ പറയുന്നത്. നാട്ടിൽ പോകുന്നുണ്ടോ ഉടനെ? ഇപ്പോഴെങ്കിലും പോകുന്നില്ല അല്ലേ? അപ്പൊ ഭാഗ്യം തന്ന നാട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല ഇപ്പഴേ? ഞങ്ങൾ വിടത്തുമില്ല. അപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, സമ്മാനമില്ലെന്ന് കരുതി 5000ന്റെ സമ്മാനം ഇല്ലെന്ന് കരുതി വലിച്ചെറിഞ്ഞ ടിക്കറ്റിനാണ് 30 ലക്ഷം രൂപ അടിച്ചത്. അതൊരു സുഹൃത്താണ് നോക്കിയത്. അപ്പൊ ഇത് എന്തായാലും ഭാഗ്യം കൈവിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ തേടി എത്തിയിരിക്കും ഇല്ലയോ? തീർച്ചയായും. എത്ര വലിച്ചെറിഞ്ഞാലും കിട്ടാൻ അർഹതയുണ്ടായാലും തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കുന്നതിന് ഒറ്റ തെളിവാണിത്. അതെ. അപ്പൊ എന്തായാലും കൊയിലോൺ ബേക്കറിലെ ജീവനക്കാരെല്ലാം വലിയ ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷം, ആശംസകൾ. അപ്പൊ കേരളം സൂപ്പറാണ്. സൂപ്പർ, അടിപൊളി.